സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി പഴിചാരൽ നിർത്തുവെന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കണക്ക് കൃത്യമാകണം, ഓഡിറ്റ് പോലും കൃത്യമല്ലേ എന്നും കോടതി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത പരിഗണിക്കവെയാണ് വിമർശനം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് ഏറ്റിരിക്കുന്നതല്ലേ? കാരണം ഹൈക്കോടതി പോലും ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. കാരണം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന തെറ്റിദ്ധാരണ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കേരളം നൽകുന്നത് കൃത്യമായ കണക്കുകളല്ല, അല്ലെങ്കിൽ കേരളത്തിന് കൃത്യമായ ഒരു വ്യവസ്ഥ ഈ ഒരു കാര്യത്തിലില്ല, അത് തങ്ങളെ കൃത്യമായി ബോധിപ്പിക്കാൻ കേരളത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുകൂടി സംസ്ഥാന സർക്കാരിന് രൂക്ഷമായ ഒരു വിമർശനം വന്നിരിക്കുകയാണല്ലേ? അതെ ദേവിക, ഇന്ന് ഹൈക്കോടതിയിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിലുള്ള വിമർശനം നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ എത്ര രൂപ നീക്കിയിരിപ്പുണ്ട്, ഇനി എത്ര രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് അധിക ധനസഹായമായിട്ട് ആവശ്യമുള്ളത്, ഇത് കൃത്യമായിട്ടുള്ള കണക്കായിട്ട് ഹൈക്കോടതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷെ ഇന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർ ഹാജരായ സമയത്ത് ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചു. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതായിരുന്നു ഫിനാൻസ് ഓഫീസറുടെ മറുപടിയെങ്കിലും അതിന് ഒരു കൃത്യത ഉറപ്പാക്കാനായിട്ടുള്ള റിപ്പോർട്ട് കൈവശമില്ലായിരുന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാകും, പറച്ചിലില്ല, പക്ഷേ അത് റിപ്പോർട്ടായിട്ട് കൈവശം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ പരിഹാസം. തുടർന്ന് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ടോ എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. നിലവിൽ 677 കോടി രൂപയാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ ഉള്ളത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഈ 677 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെ ഹൈക്കോടതി മുൻപാകെ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. ഒരു പക്ഷേ പാസ്ബുക്കിൽ ഈ ഒരു 677 കോടി രൂപ നീക്കിയിരിപ്പുണ്ടാകും, പക്ഷെ അത് അക്കൗണ്ടിൽ കാണില്ല എന്ന് ആണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് സർക്കാർ ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചിട്ടുമില്ല. ഇതിൽ കൃത്യത വരുത്തണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പത്രം തുറന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ എത്ര രൂപയാണ് നിലവിൽ നീക്കിയിരിപ്പുള്ളത്, എത്ര രൂപ ഇനി വേണം എന്ന് പറയാനായിട്ട് സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് സാധിക്കാത്തത് ഈ പറയുന്ന അക്കൗണ്ട്സിൽ ഈ പണം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് ആണെന്നാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പലപ്പോഴായി സംസ്ഥാന സർക്കാർ പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെമ്മറാണ്ടം പോലും ശരിയായ രീതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ഓഡിറ്റിംഗിൽ പോലും പിശക് വന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം, അല്ലേ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അടക്കം സംശയമുണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചത്. എല്ലാ വർഷവും ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് ഫിനാൻസ് ഓഫീസർ ഹാജരായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഹൈക്കോടതി വിശ്വാസ്യത പുലർത്തിയിട്ടില്ല. കാരണം ഈ 677 കോടി രൂപയാണ് നിലവിൽ SDRF ഫണ്ടിൽ നീക്കിയിരിപ്പുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ആ 677 കോടി രൂപ എത്ര രൂപ വിനിയോഗിച്ചു, എത്ര രൂപ യഥാർത്ഥത്തിൽ കൈവശമുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താമെന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ പഴിചാരലുകൾ സംബന്ധിച്ചുള്ള കുറ്റപ്പെടുത്തൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പഴിചാരലുകൾ സംസ്ഥാന സർക്കാർ നിർത്തും എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത്. മാത്രമല്ല, ഈ ദുരന്തത്തിൽപ്പെട്ടവരെ കൂടി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കരുതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന 677 കോടി രൂപ അത് കൃത്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പ് പറയാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഹൈക്കോടതി വിമർശന രൂപേണ ചോദ്യം ഉയർത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, എത്ര രൂപ അതിൽ നിന്ന് വിനിയോഗിച്ചു എന്ന കാര്യത്തിലും കൃത്യതയില്ല. കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്ന തുക ഏത് വിധത്തിൽ ഉപയോഗിക്കാനാകും, ഇക്കാര്യത്തിൽ ഒരു കൃത്യതയില്ല. കേന്ദ്രം സ്വാഭാവികമായിട്ടും ഒരു സഹായധനം നൽകുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം. അവർ കൊടുക്കുന്ന കണക്കുകൾക്കും കൃത്യത ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള
കണക്കുകൾ കേന്ദ്രത്തോട് ബോധിപ്പിക്കാൻ സാധിക്കാത്തെന്നുള്ളൊരു ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം ചർച്ചകളൊക്കെ. പക്ഷേ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കണമെങ്കിൽ അതിൽ കൃത്യമായി ഏത് രീതിയിലാണ് തുക വേണ്ടത്, എത്ര രൂപ വേണം, ഇത് ആ കണക്കുകൾ കൈവശം ഉണ്ടായിരിക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഈ SDRF ഫണ്ടിൽ ഉള്ള നീക്കിയിരിപ്പ് തുക അതിൽ എത്ര രൂപ വിനിയോഗിച്ചുവെന്നും ഇനി എത്ര രൂപ വേണമെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്താനായിട്ട് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഏത് വിധത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യത്തിലും ഹൈക്കോടതി മുൻപാകെ നിലപാട് അറിയിക്കുകയും വേണം. എന്തായാലും നിലവിൽ ഈ കണക്കുകൾ സംബന്ധിച്ച്, അതായത് എത്ര രൂപ വേണം എന്നുള്ളതും ഈ നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുള്ള ഫണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നതിലും സംസ്ഥാന സർക്കാരിന് ഒരു കണക്കില്ല, ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടായത്. 677 കോടി രൂപ കൈവശമുണ്ട് എന്നുള്ളതാണ്, SDRF ഫണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ 677 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത, ഇനി മറ്റേതെങ്കിലും ആവശ്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രേഷ്മ, അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ആദ്യം കേന്ദ്രം നൽകുന്ന ചില ഫണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫണ്ട് പോലും കൃത്യമായി സംസ്ഥാന സർക്കാരിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായി നൽകിയ ആ തുക എവിടെയാണ് ചിലവഴിച്ചത്? മാത്രവുമല്ല, ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആ ഫണ്ടിലേക്ക് കോടികളുടെ കുത്തൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ഒരു തുക പോലും കൃത്യമായി അല്ലെങ്കിൽ എത്തേണ്ടവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, ഹൈക്കോടതി കൂടി ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയ ഈ ഒരു സാഹചര്യത്തിൽ ഇനി സംസ്ഥാന സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തെ പഴിചാരാൻ കഴിയില്ല എന്ന കാര്യം, ഇനി പഴിചാരൽ ഉണ്ടായാൽ തന്നെ അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് വ്യക്തമല്ലേ? കാരണം ഇത്തരം കാര്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടല്ലോ. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ തുക പോലും മതിയായ രീതിയിൽ ചിലവഴിക്കാതെ വന്നതോടുകൂടി ഇനി കൃത്യമായി വ്യവസ്ഥകൾ കൂടുതൽ കടുപ്പിക്കേണ്ട സാഹചര്യം കൂടി അവിടെ കാണുന്നില്ലേ? അതെ ദേവിക, കാരണം കേന്ദ്രം ഏതെങ്കിലും തരത്തിലൊരു സഹായധനം അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിധത്തിൽ വിനിയോഗിച്ചു, അത് വിനിയോഗിച്ചതിന് ശേഷം ബാക്കി തുക നൽകാമെന്നുള്ളൊരു നിലപാടാണ് സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏത് സംസ്ഥാനമാണെങ്കിലും ഈ ഫണ്ട് എത്രത്തോളം വേണം, നിലവിൽ നീക്കിയിരിപ്പ് തുക എത്രത്തോളം ഉണ്ട്, നേരത്തെ കേന്ദ്രം നൽകിയിട്ടുള്ള തുകയിൽ എത്ര ചെലവഴിച്ചു, ഇതൊക്കെ തന്നെ കണക്കുകൾ എന്നുള്ള രീതിയിൽ ബോധിപ്പിക്കുകയും വേണം. പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലടക്കം ഈ ഓഡിറ്റിംഗിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. നേരത്തെ തന്നെ കേന്ദ്രം ഒരു അധിക തുകയായിട്ട് 200-ലധികം കോടി രൂപ കൊടുത്തൊരു സാഹചര്യമുണ്ട്. അത് ഏത് വിധത്തിൽ വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് വ്യക്തതയില്ല. ഒപ്പം തന്നെ ഈ നീക്കിയിരിപ്പ് തുക സാധാരണഗതിയിൽ സംസ്ഥാനം മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്, വയനാടിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലവിൽ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഈ 677 കോടി രൂപ അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ ഈ 677 കോടി രൂപയിൽ എത്ര രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത് എന്നുള്ള കാര്യം ഹൈക്കോടതി ചോദിച്ചപ്പോൾ പോലും കണക്കുകൾ നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിനായിട്ടുമില്ല. സാധാരണഗതിയിൽ കേന്ദ്ര സഹായധനം അനുവദിക്കുന്ന സമയത്ത് ഈ കണക്കുകളടക്കം ബോധിപ്പിക്കേണ്ടി വരും. പക്ഷേ അത് ബോധിപ്പിക്കുന്നതിലും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. എന്തായാലും നിലവിൽ കേന്ദ്രത്തിന്റെ മുകളിൽ പഴിചാരിക്കൊണ്ടുള്ള ഒരു നീക്കം ഇനി സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. കാരണം കണക്കുകൾ രേഖാമൂലം കേന്ദ്രം ചോദിച്ചിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാരിനായില്ല. അത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പൊയ്മുഖം പൊളിഞ്ഞു വീണു എന്നാണ് അനുമാനിക്കേണ്ടത്. കാരണം ഇന്ന് ഓഡിറ്റിംഗിൽ അടക്കം ഒരു വിശ്വാസ്യത ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, ഈ 677 കോടി രൂപ കൈവശമുണ്ട് എന്ന് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മറിച്ച് അത് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് തെളിയിക്കാനായിട്ട് ഇതുവരെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ആ ഒരു സംശയമാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചത്. കാരണം ഈ 677 കോടി രൂപ ഉണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും വകമാറ്റി ചെലവഴിച്ചോ എന്നുള്ളൊരു സംശയം കൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖകൾ മുഖാന്തരം അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ ഒരു കണക്കുകൾ സംബന്ധിച്ചുള്ള രേഖകൾ വ്യാഴാഴ്ച ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും